കലോത്സവം എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ അതൊരു 100% നന്നായിട്ട് വരാനായിട്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യത്തെ കലോത്സവത്തിൻ്റെ അക്കോമഡേഷൻ ചാർജ് ഉള്ളത് സാറിനാണ്. സാറിൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ജോൺസൺ നമ്പഴിക്കാട്. ഞങ്ങൾ കലാധ്യാപക സംഘടനയാണ് അക്കോമഡേഷൻ കമ്മിറ്റി എടുത്തിട്ടുള്ളത്. കാലങ്ങളായിട്ട് കലാധ്യാപക സംഘടന തന്നെയാണ് അക്കോമഡേഷൻ കമ്മിറ്റി എടുക്കാറുള്ളത്. അതിൽ കുട്ടികൾക്ക് പ്രധാനമായിട്ടും ഗ്രീൻ റൂം ഒരുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ജില്ലാ കലോത്സവമാണെങ്കിൽ 6-7 വേദികളിലാണ് പ്രധാനമായിട്ടും ഗ്രീൻ റൂം ആവശ്യമായിട്ട് വരുന്നത്. പ്രധാനമായിട്ടും ബോയ്സ് ഹൈസ്കൂള്, അതുപോലെ ടൗൺ ഹാള്, ബെഥനി സെൻറ്റ് ജോൺസ്, BCG HS UP ഇങ്ങനെയുള്ള സ്ഥലത്താണ് പ്രധാനമായിട്ടും ഗ്രീൻ റൂമുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാഷിന്റെ ഒരു സബ്ജക്റ്റ് എന്താണ്? ഞാൻ ചിത്രകലയാണ് എൻ്റെ സബ്ജക്റ്റ്. പക്ഷേ ചിത്രകലയും ഈ അക്കോമഡേഷൻ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും മാഷ് ഈ ഒരു കലോത്സവത്തിൽ മാഷിന്റെ ഒരു കലയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾ ഇതിൻ്റെ പോസ്റ്ററുകളൊക്കെ കംപ്ലീറ്റ് കലാധ്യാപകർ വരച്ചിട്ടാണ് അത് വേദികളുടെ അടുത്തൊക്കെ ഗ്രീൻ റൂമുകളിൽ ഒട്ടിച്ചിട്ടുള്ളത്. സാധാരണ പ്രിൻ്റൊക്കെ എടുക്കാറില്ല. ഞങ്ങൾ കലാധ്യാപകരായ കാരണം കംപ്ലീറ്റ് വരച്ചിട്ടാണ് അതിൻ്റെ സൂചന ബോർഡുകൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഗ്രീൻ പ്രോട്ടോകോൾ അതാണ് പ്രധാനമായിട്ടും. അതെ, അതിനുള്ള ഒരു മാതൃക നമ്മുടെ ഭാഗത്ത് തന്നെ ചെയ്തതാണല്ലേ? ഒരു പ്രിന്റിംഗ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ തന്നെ വരച്ചിട്ടുള്ള. അതെ 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 നമ്മൾ ഫാബ്രിക് കളറും പോസ്റ്റർ കളറൊക്കെ ഉപയോഗിച്ച് പരമാവധി വരച്ചിട്ടും അതിനനുയോജ്യമായിട്ടുള്ള ഇപ്പോൾ ഓട്ടംതുള്ളലാണ് ആ വേദി വെച്ചെങ്കിൽ ഓട്ടംതുള്ളലിൻ്റെ ഒരു ചിത്രം വരച്ച് അതിന് കളറൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് അതിന്റെ സമീപത്ത് പതിക്കാറുണ്ട്. ദിവസം മുൻപ് തൊട്ടേ പണി തുടങ്ങിയിട്ടുണ്ടോ? അതെ അതെ, ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ കലോത്സവത്തിന്റെ മുൻപാണ് ശരിക്കും. ഓരോ സ്കൂളിലും പോയിട്ട് ഗ്രീൻ റൂം കണ്ടെത്തി അവിടുത്തെ സൗകര്യങ്ങൾ നോക്കി അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യലും ഒക്കെ കലോത്സവത്തിന്റെ മുൻപാണ് ഞങ്ങൾക്ക് പണികൾ വരുന്നത്. അതുപോലെ മാഷ് ഇന്ന് ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഈ കലോത്സവത്തിന് വന്നുള്ള ആളുകൾ ഒരു അവിടെ തന്നെ ഒരു NSSന്റെ ഒരു തട്ടുകട പോലെ ക്യാൻറ്റീനിൽ നിന്ന് ചായ കഴിക്കണതും അവിടെ വന്ന് വിശ്രമിക്കുന്നതും അവിടെ വന്നിട്ട് മൊബൈൽ വിളിക്കുന്നതും ഒക്കെ വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. കലോത്സവത്തിൽ നിന്നൊക്കെ മാറി വിശ്രമിക്കുന്ന ഒരു കാഴ്ച അത് രേഖാചിത്രങ്ങളിലൂടെ ഞാൻ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കലോത്സവം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതുപോലെ പ്രോഗ്രാം കമ്മിറ്റി ഇൻചാർജ് ആയിട്ടുള്ള സോജൻ സാറാണ്. പ്രോഗ്രാം കമ്മിറ്റി ഇപ്രാവശ്യം ഏറ്റെടുത്തിരിക്കുന്നത് KSTA ആണ്. 16 വേദികളിലായിട്ടാണ് KSTA ഈ പ്രോഗ്രാം കമ്മിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ജില്ലാ കലോത്സവം ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് ഈ 4 ദിവസം കൊണ്ടാടുന്നത്. ഏറ്റവും വളരെ ഭംഗിയായി ക്രമീകരണത്തോടു കൂടി ക്രമീകരിക്കുവാൻ KSTAക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു കലോത്സവത്തിന് മാഷ് നോക്കിക്കാണുമ്പോൾ എങ്ങനെയുണ്ട് കലോത്സവം പൊതുവെ? നമുക്കറിയാം, കലോത്സവം തൃശ്ശൂർ ജില്ല ഒന്നടക്കം ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു കലാവേദിയാണ്. എല്ലാ കുട്ടികളും സന്തോഷത്തോടു കൂടിയാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. അവരുടെ ജഡ്ജസിനായാലും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കായാലും 100% സംതൃപ്തി നൽകുന്ന ഒരു കലാവിരുന്നാണ് ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ആസ്വദിക്കാനായിട്ട് ഒരുപാട് പേര് എത്തുന്നുണ്ട്, ഒരുപാട് പേര് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഈ ഒരു കലോത്സവം സമാപിക്കുന്നതിനായിട്ടുള്ള എല്ലാവിധ ആശംസകളും.